महादेव्यै नमः। ഓം ശ്രീരാമായ നമഃ. നമസ്കാരം. രാമായണ മാസം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പുണ്യം നിറഞ്ഞ മാസമാണ് രാമായണ മാസം. അതിങ്ങെത്താറായി. ഹൈന്ദവ വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം വേദങ്ങളാണ്. അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഇതിഹാസങ്ങളാണ് രാമായണവും ഭാഗവതവും. രാമായണവും ഭാഗവതവും എന്നും പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ അതിന് ആരും സമയം കണ്ടെത്താറില്ല. അപ്പോൾ അതിനുവേണ്ടി മാത്രം കുറച്ചു സമയം മാറ്റിവെക്കാൻ ഹിന്ദു കുടുംബങ്ങളിൽ ആചരിക്കേണ്ട പ്രാധാന്യമേറിയ ഒന്നാണ് കർക്കടക മാസം അഥവാ രാമായണ മാസം. കർക്കടക മാസം പൊതുവെ മഴയും ഒക്കെയായി അസുഖങ്ങളൊക്കെ വരുന്ന ആരോഗ്യകരമല്ലാത്ത ഒരു കാലാവസ്ഥയായതുകൊണ്ടും സുഗമമായ കാർഷിക കാലാവസ്ഥ അല്ലാത്തതുകൊണ്ടും വ്യാപാരാടിസ്ഥാനത്തിലും നല്ലതല്ലാത്തതുകൊണ്ടും പൊതുവെ പഞ്ഞക്കർക്കടകം എന്നറിയപ്പെടുന്നു. ഈ കാലയളവിൽ മനുഷ്യരുടെ ആരോഗ്യത്തെയും കാലാവസ്ഥ വല്ലാതെ ബാധിക്കുന്നതുകൊണ്ട് ഔഷധ സേവയും നാമജപവുമായി ഗൃഹങ്ങളിൽ കഴിഞ്ഞുകൂടേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രാമായണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജീവിതത്തിലെ ഓരോ ഉയർച്ചകളെയും താഴ്ചകളെയും വിഷമതകളെയും എങ്ങനെ തരണം ചെയ്യണമെന്നത് വ്യക്തമാക്കുന്ന ഒരു വലിയ ഇതിഹാസ കാവ്യമാണ് രാമായണം. വാൽമീകി മഹർഷി രചിച്ച 24,000 ശ്ലോകങ്ങളടങ്ങിയ മഹത്തായ വാൽമീകി രാമായണം എന്ന സംസ്കൃത ഇതിഹാസം നമ്മുടെ കേരളീയ ജനതയ്ക്കായി അധ്യാത്മ രാമായണം എന്ന പേരിൽ ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ആ മഹത്തായ ഗ്രന്ഥമാണ് മലയാളികൾ രാമായണ മാസത്തിൽ എല്ലാ ഗൃഹങ്ങളിലും പാരായണം ചെയ്യുന്നത്. രോഗങ്ങളും മറ്റു വ്യാധികളും കൂടുതൽ വരാനിടയുള്ള കാലഘട്ടമായതിനാൽ ഈ കർക്കിടക മാസം ആയുർവേദ ചികിത്സയ്ക്കും ഔഷധ സേവയ്ക്കുമായി പണ്ടുമുതലേ നമ്മുടെ ഗുരുകാരണവന്മാർ തിരഞ്ഞെടുത്തിരുന്നു. കനത്ത മഴയുള്ള കാലമായതിനാൽ അധികം പുറത്തിറങ്ങുകയോ യാത്രകൾ ചെയ്യുകയോ ഇല്ലാത്തതിനാൽ മരുന്നുകൾ കഴിക്കുകയും ഉഴിച്ചിലും ഒക്കെ ചെയ്യുന്നതിന് ഉചിതമായ കാലഘട്ടമാണ്. ഇങ്ങനെ ഔഷധ സേവ നടത്തുന്ന സമയം മാനസികമായും നല്ല ശാന്തത പാലിക്കേണ്ട സമയമാണ്. എങ്കിൽ മാത്രമേ മരുന്നുകൾ ഫലിക്കുകയുള്ളൂ. അതിന് ഏറ്റവും പറ്റിയ മാർഗം നാമജപവും രാമായണ പാരായണവുമാണ്. ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് വിവരിച്ചു തരുന്ന ഉത്തമ ഗ്രന്ഥമാണ് രാമായണം. ഉത്തമ പുരുഷനായ ശ്രീരാമനും ഉത്തമ സ്ത്രീയായ സീതാദേവിയും ശ്രേഷ്ഠനായ പിതാവായ ദശരഥനും ഉത്തമ സഹോദരങ്ങളായ ദശരഥപുത്രന്മാരും പുത്രധർമ്മത്തിൻ്റെ പ്രതീകമായ ശ്രീരാമനും രാജധർമ്മത്തിൻ്റെ പ്രതീകമായ ശ്രീരാമനും ഭരതനും, അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ വേഷപ്പകർച്ചകളും, അതായത് ഉത്തമനായ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, രാജാവ് അഥവാ ഭരണാധികാരി, സഹോദരൻ, സഹോദരി, സുഹൃത്ത്, ഗുരുശ്രേഷ്ഠന്മാർ, രക്ഷാധികാരി, അങ്ങനെ എല്ലാ വേഷപ്പകർച്ചകളും ഉൾക്കൊണ്ടിട്ടുള്ള പുണ്യ ഇതിഹാസമാണ് രാമായണം. എന്നാൽ എത്ര കഴിവുള്ളവനും ബുദ്ധിയുള്ളവനും സമർത്ഥനുമായാലും അഹങ്കാരവും അധർമ്മവും നാശമുണ്ടാക്കും എന്ന ഉദാഹരണവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാമായണം മനുഷ്യ ജീവിതത്തിന് ഒരു വഴികാട്ടിയും രക്ഷയുമാണ്. അങ്ങനെയുള്ള പുണ്യഗ്രന്ഥം പാരായണം ചെയ്യുന്നതിലേറെ പുണ്യം വേറൊന്നും തന്നെയില്ല. കുടുംബ ഐശ്വര്യത്തിന് സമാധാനത്തിലും ഗൃഹത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ച് രാമായണ പാരായണം കേൾക്കണം. കർക്കടക മാസം ആയതുകൊണ്ട് ദഹനപ്രക്രിയ മന്ദഗതിയിലായിരിക്കും. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഇലക്കറികളും പച്ചക്കറികളും ആണ് കഴിക്കേണ്ടത്. മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും വർജിച്ചു വേണം രാമായണ പാരായണം ചെയ്യാൻ. ഔഷധ സേവയും ശാരീരിക ഒഴിച്ചിലും നാമജപവും പഥ്യാഹാരങ്ങളും ഔഷധക്കഞ്ഞിയും എല്ലാം കൂടിച്ചേർന്നുള്ള കർക്കടക മാസാചരണം ഒരു ക്ലെൻസിംഗ് ആണ് നടത്തുന്നത്, മാനസികമായും ശാരീരികമായും. വാതപിത്ത കഫദോഷങ്ങളെ ശമിപ്പിച്ച് എല്ലാ അഴുക്കുകളും നീക്കം ചെയ്ത് ശരീരം ശുദ്ധീകരിക്കുന്നു. നാമജപത്തിലൂടെയും രാമായണ പാരായണത്തിലൂടെയും മനസ്സും ശുദ്ധമാവുന്നു. അങ്ങനെ ശുദ്ധീകരിക്കുന്നതിൻ്റെ തുടക്കമെന്ന നിലയിൽ കർക്കിടക മാസത്തിനു മുൻപ് വീടും പരിസരവും അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്നു. പഴകിയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ എല്ലാം നീക്കി ശുദ്ധമാക്കുന്നു. ദശാംഗവും കുന്തിരിക്കവും രക്തചന്ദനവും പച്ചക്കർപ്പൂരവും ചേർത്ത് പുകച്ച് ഗൃഹത്തിലെ എല്ലാ നെഗറ്റീവ്സും കളഞ്ഞ് രോഗാണുക്കളെയും നശിപ്പിച്ച് വീടും ശുദ്ധിയാക്കുന്നു. നമ്മൾ വീടും പരിസരവും ശുചിയാക്കുന്നത് നല്ല ആരോഗ്യത്തിനു വേണ്ടിയാണ്. ചുറ്റുപാട് ശുചിയായി ശുദ്ധമായാൽ മാത്രമേ മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ പറ്റൂ. അതിനുശേഷം എല്ലാ ദിവസവും രക്തചന്ദനവും മഞ്ഞളും ദശാംഗവും പച്ചക്കർപ്പൂരവും പുകയ്ക്കണം. പകർച്ചവ്യാധികളും മറ്റു സാംക്രമിക രോഗങ്ങളും വരാതെ തടയാൻ അത് അത്യാവശ്യമാണ്. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ ഗണപതി ഹോമം ഗൃഹത്തിൽ ചെയ്യണം. ഔഷധക്കഞ്ഞി നിർബന്ധമാക്കണം. മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും ഒഴിവാക്കണം. എപ്പോഴും ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കണം.
തലേ ദിവസത്തെയോ പാകം ചെയ്തു വെച്ച് തണുത്ത സാധനങ്ങളോ കഴിക്കാതിരിക്കുക. ദിവസവും ഒരു ചെറിയ തുണ്ട് രക്തചന്ദനവും 2 തണ്ട് ആര്യവേപ്പില, ഒരു ചെറിയ കഷ്ണം മഞ്ഞളും ഇട്ട് തിളപ്പിച്ച ചെറിയ പാത്രം വെള്ളം കുളിക്കുന്ന ജലത്തിൽ ചേർത്ത് കുളിക്കുക. ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാൻ ഇത്രയും മതി. മാനസിക ആരോഗ്യത്തിന് രാമായണ പാരായണം. പിതൃപുത്ര ബന്ധം, ഭാര്യാഭർത്തൃബന്ധം, സോദരബന്ധം, രാജാപ്രജാബന്ധം എന്നിങ്ങനെയുള്ള മനുഷ്യജീവിതത്തിലെ ബന്ധങ്ങളെയും അവയുടെ ദൃഢതയെയും വിശ്വാസ്യതയെയും കാണിക്കുന്നതും, എന്നാൽ എത്ര വലിയവനായാലും തിന്മ എന്നത് നാശത്തിലെ കലാശിക്കൂ എന്ന ആശയവും വ്യക്തമാക്കുന്ന ഇന്നത്തെയും എന്നത്തെയും മാനവ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെയും മനസ്സിലാക്കി തരുന്ന ഇതിഹാസമാണ് രാമായണം. അവതാര പുരുഷനായ ശ്രീരാമൻ ഇത്രയധികം വിഷമതകളെ അനുഭവിക്കുകയും അവയെ എങ്ങനെ നേരിട്ടുവെന്നതും മനുഷ്യന് ഒരു തിരിച്ചറിവ് നൽകുന്നു. മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മഹാത്ഭുതമാണ് രാമായണം. രാമായണവും ഭാഗവതവും എത്ര തവണ പാരായണം ചെയ്യുന്നുവോ അത്രയും കൂടുതൽ നന്ന്. എത്ര തവണ വായിക്കുന്നുവോ അത്രയും കൂടുതൽ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ തവണ വായിക്കുമ്പോഴും കൂടുതൽ അറിവുകൾ. ഒരു തവണ വായിച്ച അറിവല്ല നമ്മൾ അടുത്ത തവണ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു ജന്മം മുഴുവനും വായിച്ചാലും തികയാത്ത അത്ര ജ്ഞാനമുണ്ട് രാമായണത്തിലും ഭാഗവതത്തിലും. കർക്കടകം 1 സൂര്യോദയത്തിനു മുന്നേ കുളിച്ച് ഭസ്മം ധരിച്ച് മുക്കുറ്റിച്ചാന്ത് തൊടുന്നതിന് ഒരുപാട് മഹത്വമുണ്ട്. ഔഷധഗുണം ഏറിയ ഒന്നാണ് മുക്കുറ്റിച്ചാന്ത്. നിലവിളക്ക് കൊളുത്തി ശ്രീഭഗവതിക്ക് വെച്ച് ഗണപതി സ്തുതിയും ദേവീസ്തുതിയും ചൊല്ലി രാമായണ പാരായണം ചെയ്യാവുന്നതാണ്. കർക്കിടക മാസം മുഴുവനും രാമായണ പാരായണത്താൽ ഗൃഹാന്തരീക്ഷം പുണ്യം നിറഞ്ഞതായിരിക്കണം. ശ്രീഭഗവതിക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ദശപുഷ്പങ്ങൾ വയ്ക്കാറുണ്ട്. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ളതാണ് ദശപുഷ്പങ്ങൾ. അവയുടെ ഗന്ധം ശ്വസിക്കുന്നതും അത് തലയിൽ ചൂടുന്നതും നല്ല ആരോഗ്യം നൽകും. രാമൻ്റെ യാത്രയാണ് രാമായണമായി നമ്മൾ വായിക്കുന്നത്. രാമായണം 4 വേദങ്ങളും ഉൾക്കൊള്ളുന്ന വേദസാരമാണ്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ ചതുർവേദസാരം. രാമായണം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പാരായണം ചെയ്യുന്നതാണ് കൂടുതൽ ഗുണപ്രദം. കാരണം എപ്പോഴും നോർത്ത് സൈഡ് അഥവാ വടക്കു ഭാഗത്ത് നിന്നാണ് എനർജി ഫ്ലോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്ന ചതുർവേദ സാരമായ രാമായണത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും ലഭിക്കണമെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കണം. തറയിലിരുന്ന് വായിക്കാൻ സാധിക്കുന്നവർ തറയിൽ ഒരു പായോ തടുക്കോ പലകയോ ഇട്ട് അതിലിരുന്ന് വേണം വായിക്കാൻ. അല്ലെങ്കിൽ നമ്മിലേക്ക് പ്രവഹിക്കുന്ന ഊർജം മുഴുവൻ ഭൂമിയിലേക്ക് ലയിക്കും. ആ ഊർജം മുഴുവൻ നമ്മിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് തടുക്കോ പായയോ വിരിച്ച് അതിലിരിക്കാൻ പറയുന്നത്. തറയിൽ ഇരിക്കാൻ പറ്റാത്ത പ്രായമായവരും മറ്റും അധികം പൊക്കമില്ലാത്ത കസേരയിൽ ഇരുന്ന് വായിക്കാം. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ പാരായണം ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന രീതിയിൽ ഓരോ ഭാഗങ്ങളും തിരിക്കുക. എന്നിട്ട് പാരായണം തുടങ്ങണം. രാമായണ പാരായണം ശ്രീരാമസ്തുതിയോടെ വേണം തുടങ്ങാൻ. വായിച്ച് അവസാനിപ്പിക്കുമ്പോഴും ശ്രീരാമസ്തുതി ചൊല്ലണം. കഴിവതും നല്ല സന്ദർഭങ്ങൾ വരുന്ന ഭാഗം വായിച്ചു നിർത്താൻ ശ്രമിക്കുക. നല്ല സന്ദർഭങ്ങൾ വായിച്ചു നിർത്തുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആ സന്തോഷവും ശാന്തതയും നിറഞ്ഞു നിൽക്കും. സന്ധ്യാസമയത്ത് രാമായണ പാരായണം പാടില്ല എന്ന് ചിലയിടങ്ങളിൽ പറയാറുണ്ട്. അത് സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള കാരണം പറയുന്നത് ഹനുമാൻ സന്ധ്യാവന്ദനം നടത്തുന്ന സമയമായതുകൊണ്ടാണെന്നാണ്. അതിനാൽ രാമായണ പാരായണം ആ സമയത്ത് പാടില്ല എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രാമായണം ശ്രീരാമ ഭഗവാന്റെ കഥയാണ്. സന്ധ്യകളിൽ പാരായണം ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് വലിയ ആചാര്യന്മാർ പറഞ്ഞതായി എൻ്റെ അറിവിലില്ല. രാമായണ പാരായണം കൊണ്ട് ശ്രീരാമ ഭഗവാന്റെ തീവ്രഭക്തനായ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനം എങ്ങനെയാണ് മുടങ്ങുന്നത്? അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങുന്നതല്ല ഹനുമാന്റെ രാമഭക്തി. എന്നാൽ രാമായണ പാരായണം നടത്തുമ്പോൾ പല കാര്യങ്ങൾക്കായി എഴുന്നേറ്റ് പോകരുത്. ചിലപ്പോൾ അതുകൊണ്ടാകാം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് സമാധാനമായിരുന്ന രാമായണ പാരായണം ചെയ്യാൻ വേണ്ടിയായിരിക്കും സന്ധ്യാസമയം പാരായണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിക്കുന്ന സമയം, ആ ഒരു സമയം അന്തരീക്ഷം വിഷമയമായിരിക്കും. ആ നേരത്തെ രാമായണ പാരായണം ചെയ്താൽ വേണ്ട എനർജി നമ്മളിലേക്ക് പ്രവഹിക്കില്ല എന്ന കാരണം കൊണ്ടുമാകാം. 7 കാണ്ഡങ്ങളും 24,000 ശ്ലോകങ്ങളും അടങ്ങിയ ലോകത്തിലെ തന്നെ ബൃഹത്തായ പുരാതന ഇതിഹാസമാണ് രാമായണം. സർവജ്ഞാനസിദ്ധിക്കും മനഃശക്തി ആർജിക്കുന്നതിനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള മനക്കരുത്തും മാനവധർമ്മത്തെ രക്ഷിക്കാനും കാത്തുസൂക്ഷിക്കാനും വേണ്ടിയാണ് രാമായണ പാരായണം. അത് ഏത് സമയത്തുമാകാം. ബ്രാഹ്മ മുഹൂർത്തത്തിലാകുന്നത് ഏറെ ഉത്തമം. കാരണം
ബ്രാഹ്മമുഹൂർത്തത്തിന് സത്വഗുണം ഏറെയുണ്ട്. ഒരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ ശാന്തമായ മനസ്സോടും തികഞ്ഞ ശ്രദ്ധയോടും കൂടി പാരായണം ചെയ്യാൻ പറ്റിയ സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. ഭൂമിയിൽ നല്ല ശക്തമായ ഊർജ തരംഗങ്ങൾ ഉണ്ടാവുന്ന സമയം, നമ്മുടെ ശരീരവും മനസ്സും നല്ല ഉണർവോടെ നെഗറ്റീവ്സ് ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയം. അങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്ന ഏത് കാര്യവും പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാക്കും. വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയുള്ള സമയം ദുർഗായാമം എന്നാണ് അറിയപ്പെടുന്നത്. ആ സമയവും രാമായണ പാരായണത്തിന് ഉത്തമമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം സന്ധ്യാവന്ദനത്തിനു ശേഷം രാമായണം വീടുകളിൽ പാരായണം ചെയ്തു വരുന്നത്. രാമായണ പാരായണം ചെയ്യുമ്പോൾ സകല ദേവതകളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. രാമായണം പാരായണം ചെയ്യുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു ചിത്രം മുന്നിൽ വയ്ക്കുന്നതും വളരെ നല്ലതാണ്. ശ്രീരാമ പട്ടാഭിഷേകം കാണുമ്പോൾ നമ്മുടെ മനസ്സിലാകെ ഒരു നിറവാണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും കുടുംബാന്തരീക്ഷത്തിലും ആ ഒരു നിറവുണ്ടാക്കും. കർക്കടക മാസം പൊതുവിൽ ആചരിക്കേണ്ടത് എങ്ങനെയെന്ന് വിശദമാക്കുന്ന വീഡിയോയും അധ്യാത്മ രാമായണ കിളിപ്പാട്ട് മുഴുവനായി 31 ഭാഗങ്ങളായി പാരായണം ചെയ്ത വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. അത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ അല്ലേ? യഥാവിധി കർക്കടക മാസം ആചരിക്കുകയും രാമായണ പാരായണം ചെയ്യുകയും വഴി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും ആഞ്ജനേയ സ്വാമിയുടെയും സകല ദേവതകളുടെയും അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Oh